എനിക്ക് ചുരിദാർ വേണം, നൈറ്റ് വേണം. എന്റെ പൈസയൊന്നുമില്ല. എൻ്റെ ഇന്നത്തെ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഞാൻ മിക്കപ്പോഴും ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എൻ്റെ കയ്യിലൊരു കവർ കണ്ടാൽ അമ്മ ചോദിക്കും എനിക്ക് ചുരിദാർ മേടിച്ചോ നൈറ്റി മേടിച്ചോ എന്നൊക്കെ. അതുകൊണ്ട് ഞാനിന്ന് സൊസൈറ്റിയിലും പോയിട്ട് അമ്മയ്ക്ക് ഒരു ചുരിദാറും നൈറ്റിയും വാങ്ങാമെന്ന് കരുതി കടയിലേക്ക് പോയി. പണ്ടൊക്കെ പുറത്ത് പോകുമ്പോൾ സാരി മാത്രം എടുത്തുകൊണ്ടിരുന്ന അമ്മ ഇപ്പോഴാണെങ്കിൽ ചുരിദാർ വേണം, പട്ടുപാട വേണം എന്നൊക്കെയാണ് പറയാറ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്കിഷ്ടപ്പെട്ട 2 ഡ്രസ്സ് വാങ്ങി തയ്ക്കാനായിട്ട് പൊന്നുവിൻ്റെ വീട്ടിലേക്ക് പോയി. പൊതുവേ പൊന്നുവാണ് അമ്മയുടെ ചുരിദാറും നൈറ്റിയൊക്കെ തയ്ക്കാറ്. ഞാൻ തയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ എന്തോ ഒരു വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ കൊണ്ടുവന്നത് അപ്പോഴേ റെഡിയാക്കി തന്നു. അമ്മയ്ക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ തയ്യൽ പരിപാടികളൊക്കെ കൂടെ ചെയ്യേണ്ടി വരും. ഞാനിത് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അമ്മ എന്തായാലും ഇത് സ്വന്തമായിട്ട് പിച്ചാത്തി കട്ട് ചെയ്ത് റെഡിയാക്കും. അങ്ങനെ ഞാൻ കുറച്ചു നേരം ചായ കുടിച്ച് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും സാധനം റെഡിയായി കിട്ടി. അവിടെ നിന്ന് ഞാൻ നേരെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലും പോയി കുറച്ച് സാധനം മേടിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിൽ അമ്മ എന്നെയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ വാങ്ങിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. എന്റെ കവറിലൊക്കെ തപ്പി നോക്കി. വലിയ പൈസയുള്ള നൈറ്റിയൊന്നും അല്ലെങ്കിലും അമ്മയ്ക്ക് ഞാൻ കൊണ്ടുകൊടുത്തപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. എങ്ങനെയുണ്ട് ഉടുപ്പ്? അടിപൊളി. പിന്നല്ല നിങ്ങളാ? എന്റെ അടിപൊളി. അപ്പൊ നമ്മൾ രണ്ടുപേരും അടിപൊളി ഉടുപ്പൊക്കെ മേടിച്ചു. ടാറ്റാ, ബൈ.